നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പെട്ടെന്ന് ഒരു ദിവസം നമ്മളങ്ങ് നിർത്തി പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന കാര്യം തന്നെ നമ്മൾ ചെയ്യുകയാണ്. പക്ഷെ അതിലൊരു പുതുമ കൊണ്ടുവരുന്നത് നല്ലതാണ്. സോ ഞാൻ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഇനാക്റ്റീവായി പോയിട്ടുണ്ടായിരുന്നു. സോ പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിലും എന്തെങ്കിലും ഒരു പുതിയ കാര്യം കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നി. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഹാപ്പി ന്യൂസ് പറയുകയാണ്. ഹാപ്പി ന്യൂസ് പറയുന്നതിന് മുന്നേ വെൽക്കം ബാക്ക് ടു മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണി. നമ്മുടെ ചാനലിൽ +1 +2 SSLC മാത്സ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അവയുടെ കൂടെ തന്നെ എൻ്റെ ഭാഗത്തു നിന്ന് പുതിയൊരു കാര്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. PSC പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസുകൾക്ക് ഏറ്റവും അധികം അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് കണക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇന്ന് മുതൽ നമ്മുടെ ചാനലിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒത്തിരി അധികം ചോദ്യങ്ങൾ മീൻസ് ഒത്തിരി അധികം സെക്ഷൻസ് വരുന്നു. കണക്കിൽ തന്നെ ഒത്തിരി അധികം സെക്ഷൻസ് ആയിട്ട് നമുക്ക് ആ ചോദ്യങ്ങൾ തിരിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒത്തിരി അധികം ചോദ്യങ്ങൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഒരു വീഡിയോയിലല്ല മുഴുവൻ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. മിക്കവാറും തന്നെ ഓരോ വീഡിയോസിലും ഒരു സെക്ഷനിലും 1-2 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 3 ചോദ്യങ്ങൾ ലാസ്റ്റ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞാൻ വിചാരിച്ചു പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാട്ടോ. ഞാൻ തീർച്ചയായിട്ടും അതെല്ലാം പരിഗണിക്കുന്നതായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. PSC പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ PSC എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ മാത്രമല്ല, വേറെയും ഒത്തിരി അധികം എക്സാമുകൾ എഴുതുന്ന കുട്ടികൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നെറ്റ് എക്സാം എഴുതുന്ന ഒരാൾ, അല്ലെങ്കിൽ ക്യാറ്റ് എൻട്രൻസ് എക്സാം, MBAയുടെ എൻട്രൻസ് എക്സാമുകൾ, അങ്ങനെയുള്ള എക്സാമുകൾക്കെല്ലാം ഒരു സെക്ഷനാണ് ഈ ഒരു മാത്തമാറ്റിക്സ്. അപ്പോൾ അതിൽ തന്നെ മാത്തമാറ്റിക്സിലെ പ്രോബ്ലംസിനെ നമുക്ക് സെക്ഷനായിട്ട് തിരിക്കാം. ആ സെക്ഷൻസിന് കുറച്ച് സെക്ഷൻസിനാണ് ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഇത് മാത്രമൊന്നുമല്ല, ഒത്തിരി അധികം സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ മാതൃഭാഷ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് എണ്ണാനായിരിക്കും അല്ലെ. നമ്പർ 1, 2, 3 അല്ലെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണാനായിരിക്കും. ആ നമ്പർ വെച്ചുള്ള പ്രോബ്ലം നമ്മൾ 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. നമ്പർ കൂട്ടാനും കുറയ്ക്കാനും അല്ലെങ്കിൽ നമ്പർ എഴുതാനും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ നമ്പർ വെച്ചിട്ടുള്ള കണക്കുകൾ ഏറ്റവും അധികം ഇപ്പം ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിയെ പോലും ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത് മിക്കവാറും ഈ ഒരു നമ്പർ പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം കിടക്കുന്ന സെക്ഷൻ നമ്പർ പ്രോബ്ലംസ് ആണ്. നമുക്ക് ജസ്റ്റ് ഏതൊക്കെ സെക്ഷൻസ് ആണ് എന്നൊന്ന് നോക്കാം. അടുത്തത് ഡിസ്റ്റൻസ് പ്രോബ്ലംസ് ആണ്. സ്പീഡ്, ഡിസ്റ്റൻസ്, അത് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ എഴുതുന്ന കുട്ടികൾക്ക് അറിയാം എത്രയധികം ചോദ്യങ്ങൾ അതിൻ്റെ അകത്തുനിന്നൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം അതിൻ്റെ അകത്തുനിന്നുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തത് മണി മാത്സ് ആണ്. മണി മാത്സ് എന്ന് പറയുമ്പം അതിൽ നമുക്ക് പെർസെൻറ്റേജ്, പ്രോബബിലിറ്റി എല്ലാം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. മണി മാത്സ് എന്ന് പറയുമ്പോൾ അവിടെ പ്രോഫിറ്റ്, ലോസ്, ഒരു ബാങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതുപോലെ ഹാഫ് ഇയർലി, അങ്ങനെ ഇൻട്രസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ട്, അങ്ങനെ ഒത്തിരി അധികം പ്രോബ്ലംസ് ഈ ഒരു മണി മാത്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ക്ലോക്ക് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആ ക്ലോക്കിൽ മിനിറ്റ് സൂചിയുണ്ട്, സെക്കൻഡ് സൂചിയുണ്ട്, അവർ സൂചിയുണ്ട്. അപ്പോൾ ഈ സൂചികൾ തമ്മിലുള്ള ആംഗിള്, അല്ലെങ്കിൽ ഇപ്പോൾ 6:40 PM ഈ ഒരു സൂചികൾ തമ്മിലുള്ള മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നതിൽ ലാസ്റ്റ് ഉള്ളത് കലണ്ടർ പ്രോബ്ലംസ് ആണ്. കലണ്ടർ പ്രോബ്ലംസ് എന്ന് പറയുമ്പം ഈ വർഷം ജാനുവരി 2 തിങ്കളാഴ്ചയാണെങ്കിൽ ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ജാനുവരി 2 ഏത് ദിവസമായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾ എക്സാംസുകൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സീരീസിൽ, ഞാൻ ഒരു സീരീസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു സീരീസിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലേക്ക് കിടക്കാം. നമ്മുടെ ഏറ്റവും ബേസ് നമ്പർ പ്രോബ്ലം. ജസ്റ്റ് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്സ്ട്രാക്ഷൻ, കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലത്തിൽ. ഒരു ഫോർമുലാസും ഒന്നും അറിയണ്ട, കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഇവിടെ ഞാനൊരു കോഡ് ലാംഗ്വേജ് എഴുതി വെച്ചിട്ടുണ്ട്.
കോഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ പരിചയം ഉണ്ടാവും, ബോർഡ് മാസ്. അപ്പോൾ ഈ ഒരു കോഡ് ലാംഗ്വേജ് എന്താ ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് നമുക്ക് നോക്കാം. ബോർഡ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. മീൻസ് ഏറ്റവും ആദ്യം ഈ 4 ഓപ്പറേഷൻസ് ആണ് മാത്തമാറ്റിക്സിലുള്ളത് അല്ലേ. അപ്പോൾ ഈ 4 ഓപ്പറേഷൻസിൽ ഏറ്റവും ആദ്യം ഡിവിഷന് നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കണം. അത് കഴിഞ്ഞ് വേണം, മീൻസ് കുറേ ഇപ്പോൾ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, ഇവിടെ ഡിവിഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം എങ്ങനെ ഇത് ഓർഡറിൽ ചെയ്യാം? ഈ ഒരു ഓർഡറിൽ തന്നെ അങ്ങ് ചെയ്തു പോയാൽ മതിയോ? 42 ഡിവൈഡഡ് ബൈ 6 7 പ്ലസ് 9 ചെയ്ത് പിന്നെ -3 ചെയ്ത് ഇൻറ്റു 2 ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റുത്തരമാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഓർഡർ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ഓർഡറിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം ബ്രാക്കറ്റ് കൊടുക്കേണ്ടത് ഡിവിഷന്, ദെൻ മൾട്ടിപ്ലിക്കേഷന്, ദെൻ അഡീഷന്, ദെൻ സബ്സ്ട്രാക്ഷന്. അപ്പോൾ നമുക്കിതിൽ നോക്കാം. ഏറ്റവും ആദ്യം ഈ ഒരു ഫസ്റ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നോക്കിയേ, ആദ്യം തന്നെ നമുക്ക് 2 ബ്രാക്കറ്റായിട്ട് തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു എന്താ പറയുക റീഅറേഞ്ച്മെൻറ്റ് നടത്തേണ്ട കാര്യമില്ല, ആ ബ്രാക്കറ്റുകൾക്ക് റീഅറേഞ്ച്മെൻറ്റ് നടത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ആദ്യത്തെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 4 ഓപ്പറേഷൻസും വരുന്നുണ്ട്. അപ്പോൾ 4 ഓപ്പറേഷൻസിൽ ആർക്ക് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഡിവിഷന്. സോ എന്ത് ചെയ്യുന്നു? ഏറ്റവും ആദ്യം ഡിവിഷൻ എന്ന ഓപ്പറേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കുന്നു. സോ 42 ഡിവൈഡഡ് ബൈ 6 ആണ് നമ്മുടെ ഡിവിഷൻ ഓപ്പറേഷൻ ഉള്ളത്. സോ അതിനെ എന്ത് ചെയ്തു? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കി. ഇനി അടുത്തത് നോക്കിയേ, അഡീഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അടുത്തത് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷനെ ബ്രാക്കറ്റിലാക്കണം. ഇനി നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ, പെയർ ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആക്കി. ഇനി അടുത്ത ബ്രാക്കറ്റിലേക്ക് നമ്മൾ നോക്കുന്നു. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്. ആരെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കണം? ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷന് പ്രയോറിറ്റി കൊടുക്കണം, കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷനും സബ്സ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ ചെയ്തു. ഇനി അടുത്ത നമ്മൾ ആ ഓപ്പറേഷൻ, ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ പോവാ. അപ്പോൾ 42 ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? ആദ്യത്തെ വലിയ ബ്രാക്കറ്റ് നമ്മൾ ഇട്ടു. 42 ഡിവൈഡഡ് ബൈ 6 7 ആണ്. അത് കഴിഞ്ഞ് പ്ലസ് 9, ഇനി മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ? 3 × 2 എത്രയാ? 6 പ്ലസ് 15 × 5 ചെയ്യുന്നു. 15 × 5 എത്രയാ? 75 മൈനസ് 6. 75 മൈനസ് 6. ഇനി അടുത്തത് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് 2 ടേംസേ ഉള്ളൂ, അത് ഒറ്റ ഓപ്പറേഷനേ ഉള്ളൂ. അവിടെ നമുക്ക് ഈ ഒരു റൂൾ കൊടുക്കണ്ട, കാരണം ഒറ്റ ഓപ്പറേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പിന്നെയും 2 ഓപ്പറേഷൻസ് വരുന്നുണ്ട്, അഡീഷനും വരുന്നുണ്ട്, സബ്സ്ട്രാക്ഷനും വരുന്നുണ്ട്. ബോർഡ് മാസ് ഓർക്കുക, ഏറ്റവും പ്രയോറിറ്റി ആർക്കാ കൂടുതൽ? അഡീഷൻ ആണ്. സോ അഡീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കുന്നു. 7 + 9 കൊടുത്തു. 7 + 9 -6. സോ 7 + 9 ആദ്യം ചെയ്യണം. 7 + 9 എത്രയാണ്? 7 + 9 16 -6 പ്ലസ് 75 - 6 എത്രയാണ്? 75 - 6 69. സോ അതൊറ്റ ടേമേ ഉള്ളൂ, ഒറ്റ നമ്പർ മാത്രമേ ഉള്ളൂ. സോ അത് ബ്രാക്കറ്റിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി 16 - 6 എത്രയാ? 10. 10 + 69, 10 + 69 എത്രയാ? 79. ഇത് തന്നെയാണോ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്ത് നോക്കിയപ്പം കിട്ടിയത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം. ഇത് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിന്റെ മോഡൽ 2 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് പ്രോബ്ലംസ് ആയിട്ട് ഞാൻ തന്നിട്ടുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പറ്റുന്നത്ര സ്പീഡിൽ ചെയ്യാം. ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ആൻസർ കമന്റ് ബോക്സിൽ ഇടുന്നതിന്റെ കൂടെ നിങ്ങൾ ചെയ്യാനെടുത്ത ടൈം കൂടി ഒന്ന് നിങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ടൈം മാനേജ്മെന്റ് ക്ലിയർ ആക്കാനായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസിന് 1 സെക്കൻഡ് 2 സെക്കൻഡ് ഒക്കെ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അത് നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ 2 ക്വസ്റ്റ്യൻസ് ചെയ്യുക, ആൻസർ കമന്റ് ബോക്സിൽ ഇടുക. അടുത്ത വീഡിയോയിൽ ഈ 2 ചോദ്യങ്ങളുടെയും ആൻസർ എന്താണ് എന്നുള്ളത് ഞാൻ പറയാം. ഈ പുതിയ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം മനസ്സിലാകാതെ ഒന്നും ചെയ്തിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. മനസ്സിലാകുന്നുണ്ട്, ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മെയിനായിട്ട് PSC പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെയാണ് ഈ ഒരു സീരീസ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് അങ്ങനെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. ഏത് ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും PSC എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ഒരു സീരീസിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, എനിക്കത് ഉറപ്പാണ്. അപ്പോൾ
ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് PSC എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇപ്പോഴേ വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ അവർ ഇപ്പോഴേ ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും PSC ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുമെന്നുള്ള ഉറപ്പോടെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.